പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ കൃപയുടെ സിംഹാസനത്തിന് മുന്നിൽ ഞാൻ താഴ്മയോടെ നിൽക്കുന്നു. അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. യേശു കുരിശിൽ മരിക്കുകയും ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്തു. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ ശക്തമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കണമേ. ഞങ്ങൾ പുറത്തു പോകുമ്പോഴും അകത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ കവചമായിരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ സമയം നിരുത്സാഹപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, കരുണയുടെ അമ്മേ, ഒരു അടിയന്തരമായ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ അത്ഭുതം ചോദിക്കുവാൻ ഞാൻ താഴ്മയോടെ അമ്മയുടെ അടുക്കൽ വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അസാധ്യതകൾക്കും പരിഹാരം അമ്മയുടെ കയ്യിലാണെന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ ആവശ്യങ്ങൾ അമ്മയ്ക്ക് അറിയാം. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കറിയാം. എൻ്റെ ജീവിത പോരാട്ടത്തിൽ ഞാൻ തനിച്ചല്ലെന്നും മറ്റ് നിരവധി ആൾക്കാർക്കും അമ്മയുടെ സഹായം ആവശ്യമാണെന്നും എനിക്കറിയാം. എനിക്കും എല്ലാവർക്കുമായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി എൻ്റെ പ്രാർത്ഥനയിൽ അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ തരണം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വഴികൾ തുറന്നു തരികയും തടസ്സങ്ങൾ നീക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തെ പിന്തുണയ്ക്കുവാനും ആവശ്യമുള്ളവരെ സഹായിക്കുവാനും ഞങ്ങളുടെ പ്രതിബദ്ധതകളെ മാനിക്കുന്നതിന് അമ്മ ഞങ്ങൾക്ക് ആവശ്യമായ അടിയന്തര അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിവൃദ്ധിയും നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയിൽ വിശ്വസിക്കുകയും എല്ലാ പ്രതീക്ഷകളും അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സംരക്ഷണത്തിൽ എനിക്ക് എല്ലായ്പ്പോഴും അമ്മയുടെ ജ്ഞാനവും അമ്മയുടെ മധ്യസ്ഥതയിലും ആശ്രയിക്കുവാൻ കഴിയുമെന്ന് അറിയുന്നത് എത്രയോ ആശ്വാസകരമാണ്. ഞാൻ അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ മുൻപിൽ കുമിഞ്ഞുകൂടുന്ന കടങ്ങളും ചിലവുകളും എങ്ങനെ നേരിടണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. പരിശുദ്ധ അമ്മേ, ഇത്തരം സമയങ്ങളിൽ ഞാൻ അമ്മയിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അമ്മ മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ അമ്മ ഉണ്ടെന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അമ്മ എന്നെ സഹായിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഇന്ന് എനിക്ക് അടിയന്തിരമായി സാമ്പത്തിക അത്ഭുതങ്ങൾ നൽകുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ജീവിതത്തിലെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും കടങ്ങളും അടയ്ക്കുവാനും എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും മടങ്ങിയെത്തുവാനും എന്നെ അലട്ടുന്ന കടങ്ങൾക്ക് അമ്മയുടെ മധ്യസ്ഥതയോടെ ഒരു പരിഹാരം കണ്ടെത്തുവാനും ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാ അമ്മമാരുടെയും അമ്മയായ പരിശുദ്ധ അമ്മേ, കരുണയുടെയും സ്നേഹത്തിൻ്റെയും മാതാവേ, അസാധ്യകാര്യങ്ങളുടെ അമ്മേ, അമ്മയുടെ കൈകൾ എൻ്റെ മേലും എൻ്റെ ഭവനത്തിൻ്റെ മേലും നീട്ടണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. അമ്മയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങൾക്ക് വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വഴി കണ്ടെത്തുവാനും ഞങ്ങളുടെ പ്രതിബന്ധങ്ങളെ മാനിക്കുവാനും എൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം ഉറപ്പാക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട അമ്മേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എന്നെയും എല്ലാവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസമായി സമാധാനമായി കടന്നു വരേണമേ. ഈ ദുഷ്കരമായ സമയങ്ങളിൽ നേരിടുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ ശക്തിയും ധൈര്യവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹപരവും സംരക്ഷണവുമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അമ്മയിലും സ്വർഗീയ പിതാവിനോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും വിശ്വസിക്കുന്നു. അമ്മയുടെ സഹായത്താൽ എല്ലാം സാധ്യമാണെന്ന് എനിക്കറിയാം. അതിനാൽ ഈ അടിയന്തര സാമ്പത്തിക അത്ഭുതം എനിക്ക് അനുവദിച്ചതിനും എന്നെ എപ്പോഴും വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചതിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ജീവിതം പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നതെന്നും എനിക്കറിയാം. എന്നാൽ അമ്മയിലും അമ്മയുടെ സംരക്ഷണത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ കൃപയാൽ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ശാന്തമാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും ശാന്തത നിലനിർത്തുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും കഴിയട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുവാനും എന്നെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വിവേകത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കൃപ തരയണമേ. കൃപാസന പ്രസാദവര മാതാവേ, അങ്ങയുടെ സഹായത്താൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നും എൻ്റെ പ്രയാസകരമായ സമയങ്ങളെ തരണം ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ദിവ്യപ്രകാശം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കട്ടെ.
സഹായം ആവശ്യമുള്ളവരോട് ഞാൻ സ്നേഹത്തിൻ്റെയും ഉദാരതയുടെയും ഉപകരണമാകട്ടെ. പരിശുദ്ധ അമ്മേ, എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളായിരിക്കട്ടെ. അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിലും ദൈവിക സംരക്ഷണത്തിനും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിനും അമ്മയുടെ ദൈവിക സഹായവും സംരക്ഷണവും എനിക്ക് നൽകിയതിനും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യത്തിൻ്റെ അമ്മേ, ദൈവവുമായുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് അറിയുന്നതിനാൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റു പ്രശ്നങ്ങളിൽ എനിക്ക് കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും തോന്നുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും, പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും എന്നെ നയിക്കുകയും ചെയ്യുന്നത് തുടരണമേ. ഞാൻ എപ്പോഴും അമ്മയുടെ സ്നേഹനിർഭരമായ മധ്യസ്ഥതയിൽ ആശ്രയിക്കട്ടെ. സ്നേഹവും വിനയവും മറ്റുള്ളവരെ സേവിക്കുന്നതുമായ അമ്മയുടെ പഠിപ്പിക്കലുകൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും പിന്തുടരട്ടെ. മാതാവേ, അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.